സ്വാന്തന 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 ഉള്ള വേദി സ്വാന്തന തന്നെ പറയും. സാന്ത്വന എവിടെയാണ് രാവിലെ തന്നെ ഉള്ളത്? സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ഓർമ്മയില്ലേ? അയ്യോ, അത് ഞങ്ങൾ മറന്നു പോയിട്ടോ. നമ്മുടെ സാന്ത്വനയുടെ ജന്മദിനമാണെന്ന്. അതെ, സാന്ത്വന ഹാപ്പി ബർത്ത്ഡേ. ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ഒറ്റയ്ക്കൊക്കെ സന്തോഷമായിട്ട് നടന്നാ മതിയോ? കല്യാണം കഴിക്കട്ടെ. താങ്ക് യു. ശ്രമിക്കാം. ശ്രമിക്കുന്നുണ്ട് നന്നായിട്ട്. സാന്ത്വന എവിടെയാണുള്ളത് ഇന്ന്? ഞാനിപ്പോൾ ഉള്ളത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ്. ഇവിടെ വേദി 15 നേരത്തെ നീഷയൊക്കെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ അധികം വിദ്യാർത്ഥികളൊന്നും എത്തിയിട്ടില്ല. ഇന്നിവിടെ പണിയ നൃത്തമാണ് നടക്കുന്നത്. നമുക്ക് വേദി പരിസരമൊക്കെ നോക്കിയാൽ ഇവിടെ ഒന്നും തന്നെ ആരും എത്തിയിട്ടില്ല. അവർക്ക് 9:30 ഈ മത്സരം തുടങ്ങുന്നത്. ഈ മോഹിനിയാട്ടം ഒന്നും പോലെ അധികം അങ്ങ് മേക്കപ്പ് ഉള്ള ഒരു ഇനമൊന്നുമല്ല. ഇത് ഗോത്ര വിഭാഗക്കാരുടെ കലയാണ്. ഇത്തവണത്തെ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ പണിയ നൃത്തം എന്ന് പറയുന്നത്. ഇത്തവണ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള 5 ഇനങ്ങളാണ് ഈ കലോത്സവത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിലൊരു ഇനമാണ് ഈ പണിയ നൃത്തം. ഇന്നലെ മംഗലംകളി ഉണ്ടായിരുന്നു. അപ്പം ഈ മംഗലംകളിക്കൊക്കെ വലിയ ഫാൻസ് ആണ് ഉണ്ടായിരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അധികം ഇത് കാണാനായിട്ട് ആളുകൾ വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പം ഇന്ന് ഇപ്പോൾ ഈ പണിയ നൃത്തം കാണാനും അത്തരത്തിൽ ഒരുപാട് ആളുകൾ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ചയാണ്, ആളുകൾക്ക് ഒഴിവുള്ള ദിവസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ഈ ഇനങ്ങളൊക്കെ കാണാൻ ഒരുപാട് ആളുകൾ വരുമെന്നാണ് പ്രതീക്ഷ. അപ്പം ഇവിടെ രാവിലെ വിദ്യാർത്ഥികളെ കൊണ്ടൊന്നും നമുക്ക് പണിയ നൃത്തം കളിപ്പിക്കാനൊന്നും ആരുമില്ല, ആരും എത്തിയിട്ടില്ല. നമ്മൾ പലരെയൊക്കെ വിളിച്ചു നോക്കിയപ്പോഴത്തേക്കും അവരൊക്കെ വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ചില ആളുകൾ ഇവിടെ ഷട്ടിൽ കളിക്കുന്നുണ്ട്. നമുക്ക് അവരോട് വേണമെങ്കിൽ അവരുടെ ഒരു പഴയ ഈ കലോത്സവ ജീവിതമൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം എന്ന് തോന്നുന്നു. അവർ ഭയങ്കര തിരക്കിട്ട കളിയിലാണ്. ഹലോ ഗൈസ്, കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? കലോത്സവത്തിൽ ഞാൻ കോളേജിലെ പോയിട്ടില്ല, സ്കൂളിലെ പോയിട്ടില്ല. പിള്ളേച്ചൻ മറ്റേ പള്ളിക്കൂടം കണ്ടിട്ടില്ല ഗൈസ്? കണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ കുറെ സ്കൂളിലൊക്കെ പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ സമ്മാനങ്ങളൊന്നും കിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഭയങ്കര കലാകാരനാണ്. എന്ത് ചെയ്യുന്ന? ഞാൻ ഫിലിം ഡയറക്ടറാണ്. എന്നാ ഒരു പാട്ട് പാടും? ഓക്കെ, പാടട്ടെ. ആകാശഗോപുരം പൊന്മണിമേടയായി അഭിലാഷഗീതകം സാഗരമായി ഉദയരഥങ്ങൾ തേടി വീണ്ടും മരതകരാഗസീമയിൽ വർണ്ണപ്പറവ പാറി ഇത്രയും കളിച്ചോണ്ടിരിക്കുന്നതിനിടയിലാണ് ആ പാട്ട് പാടിയെന്നുള്ളതാണ്. ഇവരെല്ലാം നിങ്ങൾ ആരെങ്കിലും കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ആരും പങ്കെടുത്തിട്ടില്ല? പാട്ട് പാടുവോ? കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ മുഖം കണ്ടല്ലറിയാം കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന്. ഏതിനായിരുന്നു? കലോത്സവത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല, ഒന്നും പഠിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഒരു പാട്ടുകാരിയായി. അപ്പൊ ഒരു പാട്ട് പാടും? അല്ല, ആർട്ടിസ്റ്റാണ് ആക്ച്വലി, പാടാറുണ്ട്, സിനിമയും സീരിയലൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു അടിപൊളി പാട്ടല്ലേ, ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ വന്ന് ചോദിക്കില്ല. ഞാനും കൂടെ കൂടാം, എനിക്കും പാട്ടൊന്നും അറിയത്തില്ല, എന്നാലും ഞാൻ കൂടാം. പാട്ട് ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവേദികളിൽ ഇന്നും നീ വന്നു ഒരു നിമിഷം, ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നാ ഏതോ ജന്മകൽപ്പനയിൽ. താങ്ക് യു. പേരെങ്ങനെയാണ്? ലക്ഷ്മി ദേവൻ. അപ്പം ലക്ഷ്മി നമുക്ക് നല്ലൊരു പാട്ട് പാടി തന്നിരിക്കുക. രാവിലെ ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്ത് നടന്നാൽ മതി. പിള്ളേരുടെ ഇതൊക്കെ പോയി കാണണ്ടേ? അത് കാണാൻ പോണമെന്നുണ്ട്, പക്ഷേ സമയം കിട്ടില്ല. പകലൊന്നും സമയം കിട്ടാറില്ല. ഞായറാഴ്ചയല്ലേ? ഇന്ന് ഞായറാഴ്ചയാണ്, പക്ഷെ 7 ദിവസത്തെ പ്രോഗ്രാം തീർക്കുന്ന ദിവസം നിന്ന്. അപ്പൊ പിന്നെ വീട്ടിൽ ഇവിടെ പണികളുണ്ടല്ലോ, അപ്പൊ ഇത് സമയമില്ല. അപ്പൊ പോത്തില്ല? ഇന്ന് പോകാൻ പറ്റില്ല. പോവോ? ഇന്ന് പോകും. കണ്ടോ, അതാണ് പവർ. കണ്ടോ, പോകും. 7 ദിവസത്തെ പണിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് ബേളം വെച്ചോണ്ടിരിക്കുകയാണ്. പോണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായിരിക്കും കാണാൻ പോകുന്നത്? ഇന്ന് നാടകമുണ്ട്, ഒപ്പനയുണ്ട്, മറ്റേ അങ്ങനെ കുറെ പരിപാടിയുണ്ട്. അത് വൈഫ് പറയുന്ന അനുസരിച്ച് ഏതാണ് എനിക്ക് പോകും.
അത് വൈഫ് പറയുന്നതനുസരിച്ച് പോകും. അപ്പം ഞങ്ങൾ തിരുവനന്തപുരംകാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് സൺഡേ ആണ്, ഞങ്ങൾക്ക് വേറെ പരിപാടിയൊന്നുമില്ല, ഞങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസമാണ്, ഞങ്ങൾ എന്തായാലും ഇന്ന് കാണാൻ പോയിരിക്കുന്നതാണ്. ഇന്നലെ ജിൽസി പറയുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്കൊന്നും ആരെയും കണ്ടില്ല, കോഴിക്കോടാണെങ്കിൽ ഒത്തിരി ആൾക്കാർ വരുമെന്നൊക്കെ. അങ്ങനെയല്ല, ഞങ്ങളുടെ ഇവിടെ ഒത്തിരി ആൾക്കാർ വരും. ഞങ്ങൾക്ക് ഇച്ചിരി തിരക്കൊക്കെ ഉള്ള ആളുകളാണ്, ഞങ്ങൾക്ക് ഇച്ചിരി ജോലിക്കൊക്കെ പോകേണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇല്ലാതിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇന്ന് ഞങ്ങൾ ഫ്രീ ആണ്, ഞങ്ങൾ എല്ലാ വേദികളിലും സജീവമായിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് ഉച്ചയാണെങ്കിലും രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും വേദി മൊത്തം നിറഞ്ഞ ആൾക്കാരായിരിക്കും. ചേട്ടനും ഭാര്യയൊക്കെ പെണ്ണി പോകാനിരിക്കുകയാണ്, അങ്ങനെ ഇതുപോലെ പോകാനിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ പരിസരത്തു നിന്നുള്ള ഒരു വിശേഷങ്ങൾ. പണിയനൃത്തം 9:30 തന്നെ ആരംഭിക്കും. ആദ്യം ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പണിയനൃത്തമാണ്, അതിനുശേഷമായിരിക്കും ഹൈസ്കൂൾ വിഭാഗത്തിന്റെ. അങ്ങനെ ഇന്നിവിടെ ഈ ഗോത്രകലയായ പണിയനൃത്തം മാത്രമാണുള്ളത്. ഈ വയനാട് ജില്ലയിലെ പണിയ വിഭാഗക്കാരായ ആളുകൾ കളിക്കുന്ന ഒരു നൃത്തമാണ് ഈ പണിയനൃത്തം എന്ന് പറയുന്നത്. അത് അവർ ഈ മരണാന്തര ചടങ്ങ് ഒഴികെയുള്ള ബാക്കി എല്ലാ സമയങ്ങളിലും ഈ പണിയനൃത്തം അവതരിപ്പിക്കാറുണ്ട്. സ്ത്രീകളാണ് ഈ പണിയനൃത്തം പ്രത്യേകിച്ച് അവതരിപ്പിച്ച് കാണാറുള്ളത്. അപ്പം നമ്മൾ ആരും ഇതിനു മുമ്പ് പണിയനൃത്തം കണ്ടിട്ടില്ല, കാരണം ഈ കലോത്സവങ്ങളിലൊന്നും ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഐറ്റം അല്ല, ഇനമല്ല. അപ്പം ഇന്ന് പണിയനൃത്തം എത്തുകയാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഈ പണിയനൃത്തം കാണാൻ പോകുന്നത്. ഇന്നലെ മംഗലം കളി വന്നപ്പോഴേക്കും വളരെ ഇരു കൈ നീട്ടിയാണ് ആളുകൾ മംഗലം കളി എങ്ങനെയാണെന്ന് കാണാനും അത് ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് വേദികളിലേക്ക് എത്തിയത്. അപ്പോൾ പണിയനൃത്തം കാണാനും അത്തരത്തിൽ ഒരുപാട് ആളുകൾ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ജിൽസി സേഫ്. യെസ്, എന്തായാലും സാന്ത്വന പണിയ നൃത്തം കാണാൻ ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനൊപ്പം തന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, സെയ്ഫ് ഇന്നലെ ചില കലാരൂപങ്ങളുടെ ഹിസ്റ്ററി ഒക്കെ ചോദിച്ചതുകൊണ്ട് സാന്ത്വന വെൽ പ്രിപ്പയർഡ് ആണ്, എല്ലാം പഠിച്ചു വെച്ചിട്ടാണ് വന്നത്. പക്ഷെ സെയ്ഫ് തിരുവനന്തപുരത്ത് നിറയെ കലാകാരന്മാരാണോ? അങ്ങോട്ട് തട്ടിമുട്ടി നടക്കാൻ പറ്റത്തില്ലേ? പാട്ട് പാടി കേട്ടില്ലേ? ഞാനൊരു കലാകാരനല്ലേ, മികച്ച കലാകാരൻ. ശരി, വളരെ സിമ്പിൾ ആയിട്ട് അവർ ആ പാട്ടൊക്കെ പാടി കേട്ടോ, രാവിലെ നല്ല രസം ഉണ്ടായിരുന്നല്ലേ കേൾക്കാനായിട്ട്. അതെ, അപ്പൊ നമുക്കിന്ന് കലാരവം ഉണരാനിരിക്കുന്നതേ ഉള്ളൂ, നമ്മൾ കുറച്ച് നേരത്തെ ഉണർന്നതേ ഉള്ളൂ. അപ്പോൾ ഏതാണ്ട് 9:30 എല്ലാ സ്റ്റേജുകളും അങ്ങ് സജീവമാകും. പിന്നെ അങ്ങോട്ട് നമുക്ക് എല്ലാ വിശേഷങ്ങളും അറിയാം. പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള എടുത്തിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് വന്നാൽ പോരെ? ശരി, ഒരു